വാണിജ്യ സിലിണ്ടർ വില കുത്തനെ കൂട്ടിയതോടെ ഹോട്ടൽ മേഖലയ്ക്ക് ഇരുട്ടടി. ഇതോടെ ഭക്ഷ്യസാധനങ്ങളുടെ വില കൂട്ടാൻ നിർബന്ധിതരാവുകയാണ് ഉടമകൾ. അമിത വില ആളുകളെ ഹോട്ടലുകളിൽ നിന്ന് അകറ്റുമോ എന്ന ആശങ്കയും വ്യാപാരികൾക്കുണ്ട്. വാണിജ്യ പാചകവാതക വിലയിലുണ്ടായ കുത്തനെയുള്ള വർധന ഹോട്ടൽ കാറ്ററിംഗ് മേഖലയ്ക്കുണ്ടാക്കുന്ന ആശങ്ക ചെറുതല്ല. തിരുവനന്തപുരത്തും കൊച്ചിയിലും 3193, കോഴിക്കോട് 3117 എന്നിങ്ങനെ സിലിണ്ടറിന് വില ഉയർന്നു. അപ്രതീക്ഷിതമായി ഉണ്ടായ മാറ്റം വ്യവസായത്തെ ഗുരുതരമായി ബാധിക്കുമെന്ന് വ്യാപാരികൾ. എരുതിയിൽ നിന്ന് വരത്തട്ടിയിലേക്ക് എടുത്തിട്ട് മതിയാ, വലിയ ബുദ്ധിമുട്ടാണ് ഉണ്ടാകുന്നത്. എങ്ങനെ ഈ മേഖല മുന്നോട്ട് പോകുന്നുള്ളതാണ് തെരഞ്ഞെടുപ്പ് കഴിയുന്നതിന് വേണ്ടി കാത്തു നിന്ന മാതിരിയാണ് ഞങ്ങൾക്ക് തോന്നുന്നത്. നേരത്തെ പാചകവാതകത്തിന് ദൗർലഭ്യം വരികയും വില കൂടുകയും ചെയ്തതോടെ ചില ഹോട്ടലുകളിൽ ഭക്ഷ്യവസ്തുക്കൾക്ക് 10 മുതൽ 15% വരെ വില വർദ്ധിപ്പിച്ചിരുന്നു. ഇനിയൊരു വില വർധനവിലേക്ക് എങ്ങനെ പോകുമെന്നാണ് ഹോട്ടൽ ഉടമകളുടെ ആശങ്ക. സിലിണ്ടർ 1000 റുപ്യനടുത്ത് കൂടിക്കുന്നു. ബിസിനസ് ഒന്നും മുന്നോട്ട് പോകാനുള്ള സാധ്യത കാണുന്നില്ല. അടിയും അടി കിട്ടി ഇല്ല. ആദ്യമൊക്കെ നമ്മൾ പല റേറ്റ് തന്നെ കൊടുത്തത്, 10 റുപ്യ 12 റുപ്യ റേറ്റ് തന്നെ കൊടുത്തു എല്ലാ സാധനങ്ങളൊക്കെ. ഒരു 5 റുപ്യക്കുന്ന കടികളൊക്കെ വീണ്ടും വില കൂടിയുണ്ട്, കച്ചവടം ഉണ്ടാവില്ല. അപ്പം തന്നെ ആൾക്കാർ വീട്ടിൽ നിന്നൊക്കെ എന്താ ഉണ്ടാക്കി കൊണ്ടുവരും, ഭക്ഷണം കഴിക്കും, ആ അവസ്ഥയിലേക്ക് എത്തും. വില വർധനവുണ്ടായാൽ ആളുകൾ ഹോട്ടലിനെ ആശ്രയിക്കുന്നത് കുറയുമെന്ന ആശങ്കയും വ്യാപാരികൾക്കുണ്ട്. ചെറുകിട ഭക്ഷണ വിതരണ സ്ഥാപനങ്ങളിലും പ്രതിസന്ധി രൂക്ഷമാകും. വിവിധ ബ്യൂറോകൾക്കൊപ്പം റിപ്പോർട്ടർ, കോഴിക്കോട്.